ഒരു ഭരണ സംവിധാനത്തിലെ തീരുമാനമെടുക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വങ്ങളും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കൈമാറുന്ന പ്രക്രിയയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ഈ പാഠഭാഗത്തിന്റെ സാരാംശത്തെ നമുക്ക് ഇങ്ങനെ നിർവചിക്കാം. അതായത്, ജനാധിപത്യത്തെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുക, അതുവഴി അധികാരത്തിൽ ഇടപെടാനുള്ള അവസരം തുല്യമായ പൗരാവകാശമാക്കുക, അധികാരത്തെ ഒരു കേന്ദ്രത്തിലും തളച്ചിടാതെ ഇരിക്കുക. ഇനി കാര്യത്തിലേക്ക് കടക്കാം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. BJPയുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായ ഒരു കാര്യമാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പറഞ്ഞു വരുന്നത്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ വരുന്ന 2029 പൊതു തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ്. NDA ഭരണത്തിലുള്ള 22 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ ഭാഗമായി വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ബിൽ പാസാക്കിയെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് ഈ ബില്ല് ഇപ്പോഴുള്ളത്. എന്നാൽ ഭരണഘടനാ ഭേദഗതി ബിൽ ആയതിനാൽ തന്നെ പാർലമെന്റിൽ ഇത് പാസാക്കിയെടുക്കാൻ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. എന്നാൽ അവിടെയും BJPയുടെ മറുമരുന്ന് പ്രയോഗമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടാൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ മുൻകൂട്ടി പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിൽ ലോക്സഭയ്ക്കൊപ്പം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ സമയക്രമം ഒപ്പമെത്തിക്കുന്നതിനായി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പല നിയമസഭകളും പിരിച്ചുവിടേണ്ടി വന്നേക്കാം. NDA സഖ്യം അധികാരത്തിലുള്ള 22 സംസ്ഥാനങ്ങളിൽ 11 എണ്ണത്തിലും അടുത്ത 2 വർഷത്തിനുള്ളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത്. ഇത് പല നിയമസഭകളുടെയും കാലാവധി 3 മുതൽ 4 വർഷം വരെ വെട്ടിച്ചുരുങ്ങുന്നതിന് ഇടയാക്കുകയും ചെയ്യും. ഡൽഹി പോലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കാലാവധി ഗണ്യമായി കുറയുമെന്ന് സാരം. ഈ ബില്ലിന്റെ വരവോടെ നിരവധി വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ വലിയ തോതിൽ പണം ലാഭിക്കാമെന്നും ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വന്തം പ്രചാരണ അജണ്ടകൾ രാജ്യവ്യാപകമായി എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയുമെന്ന രാഷ്ട്രീയ കുതന്ത്രമാണ് ഇതിനു പിന്നിലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി ആരോപിക്കുന്നുണ്ട്. 5 വർഷത്തേക്ക് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നീട്ടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരം നൽകുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തിനേൽക്കുന്ന വലിയ പ്രഹരം തന്നെയാണ്. ഇന്നലകളിലേക്ക് പോകുമ്പോൾ 1967 വരെ ലോക്സഭയും നിയമസഭയും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ 1969 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ പല സർക്കാരുകളും നിലംപതിച്ചതോടെയാണ് ഈ ക്രമം മാറിപ്പോയത്. അതിനാൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഇനി മറ്റൊരു വസ്തുത, നിയമസഭകൾ വേറിട്ടതും തുല്യസ്ഥാനമുള്ളതുമായ ഘടനകളാണ്. അതിനാൽ ലോക്സഭയുടെ കാലാവധിക്കനുസരിച്ച് നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുന്നത് അമിത കേന്ദ്രീകരണത്തിലേക്കും ജനാധിപത്യ മൂല്യങ്ങളുടെ തകർച്ചയിലേക്കും നയിക്കുമെന്ന ആശങ്കയും ശക്തമാണ്.